ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് ക്രിയേഷൻസ്. നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കൊണ്ടൊരു പ്ലീറ്റഡ് സ്കർട്ടാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലൈനിങ്ങും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 5 മീറ്ററോളം തുണിയാണ് കേട്ടോ ഇതിന് വേണ്ടി എടുത്തേക്കുന്നത്. അപ്പം ഞാനിത് രണ്ടായി മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. 36 ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ 2 ഇഞ്ചിൻ്റെ ബെൽറ്റാണ് വെക്കുന്നത്. അപ്പോൾ ഈ 36-ന്ന് 2 ഇഞ്ച് നമുക്ക് കുറയ്ക്കണം. അപ്പം നമുക്ക് 34 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 34 ഇഞ്ചിൻ്റെ കൂടെ താഴെ 1 ഇഞ്ച് മടക്കി അടിക്കാനും മേളിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി നമ്മൾ 35.5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നമുക്ക് ഈ 35.5 മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കതിൻ്റെ താഴെ വശം ഒന്ന് ചെറുതായി മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്തിട്ട് പ്ലീറ്റ് എടുക്കാം. ഞാനിപ്പോൾ മാർക്കൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല. ഇതിൽ ഓരോ ലൈനായിട്ടാണ് ഡിസൈൻ വരുന്നത്. അപ്പോൾ ഓരോ പ്ലീറ്റിലും ഈ ഡിസൈൻ വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ പ്ലീറ്റ് എടുത്ത് കൊടുക്കുന്നത്. പ്ലീറ്റ് എടുത്ത് കൊടുക്കുമ്പോൾ ഓരോ പ്ലീറ്റും ഒരേ അളവിനായിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഈ പ്ലീറ്റ് എടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് വേസ്റ്റ് റൗണ്ട് കിട്ടേണ്ടത് 42 ഇഞ്ചായിരിക്കണം കേട്ടോ. 40 ഇഞ്ച് അരവണ്ണം 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് കേട്ടോ 42 ഇഞ്ച്. നമ്മൾ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ പ്ലീറ്റും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1/2 ഇഞ്ചിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലൈനിങ് തുണി എടുക്കാം. മെയിൻ ക്ലോത്തിനെ കഴിഞ്ഞാൽ 2-3 ഇഞ്ച് ലെങ്ത്ത് കുറവ് മതിയായിരിക്കും ലൈനിങ്ങിന്. ഇനി നമുക്ക് 42 ഇഞ്ച് കണക്കാക്കി ലൈനിങ്ങിലും പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ലൈനിങ് തുണിയിൽ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് വേണം ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡിലും
നമുക്കൊരു 3 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം. ഇതേപോലെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബെൽറ്റ് വെച്ച് കൊടുക്കണം. ബെൽറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടി 5 ഇഞ്ച് വീതിയും 42 ഇഞ്ച് നീളമുള്ളൊരു ക്ലോത്താണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇതേപോലെ തുണിയിട്ടിട്ട് ബെൽറ്റിൻ്റെ തുണി ഇതിനകത്തേക്ക് ചേർത്ത് വെക്കാം. ബെൽറ്റിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ചേർത്ത് വെക്കണം. ഇനി 2 സൈഡിലും നമ്മൾ ഓരോ ഇഞ്ച് വെച്ച് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്ത് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പുറകിലേക്ക് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് തുണി തിരിച്ചിടാം. ഇനി നമുക്ക് 2 സൈഡും ഇതേപോലെ നേരെയാക്കി വെച്ച് കൊടുത്ത് അത് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മടക്കി അടിച്ച 3 ഇഞ്ചില്ലേ, ആ 3 ഇഞ്ചിൻ്റെ അവിടെ തൊട്ട് വേണം നമുക്ക് താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം ലൈനിങ്ങും മെയിൻ ക്ലോത്തും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് രണ്ടും സെപ്പറേറ്റ് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം നമ്മൾ ലൈനിങ് തുണി മാറ്റി വെച്ചിട്ട് മെയിൻ ക്ലോത്ത് മാത്രം എടുത്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് ഉള്ളിലേക്ക് മടക്കി വെക്കണം. എന്നിട്ട് ലൈനിങ് മാത്രം ചേർത്ത് വെച്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലീറ്റഡ് സ്കേർട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.